കർത്താവിൻ്റെ കൈകൾ നിൻ്റെ ശിരസിൽ വിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൈകൾ നിൻ്റെ സന്ധിബന്ധങ്ങളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ കൈകൾ നിൻ്റെ മാംസപേശികളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ ആണിപ്രതാർന്ന അത്ഭുത കൈകൾ സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിവിധമായ രോഗങ്ങൾ, പീഡകൾ, ഭാരങ്ങൾ, തകർച്ചകളൊക്കെ വന്നിട്ടുള്ള എല്ലാ മക്കളും ഈ പ്രഭാതത്തിൽ ഈ കുരിശിൻ്റെ അടയാളത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആവേശം പ്രാപിക്കട്ടെ, ഉജ്ജ്വലമായി ഉയർത്തി നിൽക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ വലട്ടുന്ന പ്രശ്നങ്ങൾ, നീ സങ്കടത്തോടെയും ഭാരത്തോടെയും ഉത്കണ്ഠയോടെയും ഭയത്തോടെയും നോക്കിക്കാണുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, സംഭവസ്ഥലങ്ങൾ, ഓഫീസുകൾ, പണിയിടങ്ങൾ, തൊഴിലിടങ്ങൾ എല്ലാം ഇപ്പോഴും കർത്താവ് ഏറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവെ, അതായത് പലതര ഉത്തരവാദിത്തങ്ങൾ ഉച്ച മുതൽ ഇന്ന് 2-3 ദിവസം ഉറങ്ങാതെ ഇരുന്നാലും ചെയ്യാത്ത ജോലിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി കണ്ടിട്ട് വിഷമിക്കുന്നവരുണ്ട്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ആദ്യം കൊണ്ട് പ്രഷർ കയറുന്നവരുണ്ട്. കർത്താവെ, ആരും സഹായിക്കാനുള്ളവരൊക്കെ മുട്ടായിത്ത് പറഞ്ഞ് ഓരോരോ കാലുവാരി പോയവരുണ്ട്, അതിനുള്ള ഒറ്റക്കായി പോയവരുണ്ട്. കർത്താവെ, ഇവർക്ക് ശക്തി കൊടുക്കണം, ഇവർക്ക് ആത്മധൈര്യം കൊടുക്കണം, അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആവശ്യമായ, പിന്നെ അനാവശ്യമായിട്ടും ആധാർമികമായിട്ടും അനീതിപരമായിട്ടും അവരെ അലട്ടുന്ന മറ്റ് വ്യക്തികളുടെ ഉണ്ടാകുന്ന പാരവെപ്പുകൾ, അതുപോലെ തന്നെ അലട്ടലുകൾ, അതുപോലെ തന്നെ ചതിപ്രയോഗങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ, അവഗണിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ ദൂതന്മാർ നിനക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ. ഇന്നത്തെ ദിവസം നീ ജയിച്ചു വരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.